ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 6ാമത്തെ മെത്രാപ്പോലീത്തയായിരുന്ന കർദിനാൾ മാർ ആന്റണി പടിയറ പിതാവ്. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിച്ച പിതാവ്. പിതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പിതാവിനെ അടുത്തറിയാവുന്നത് പിതാവിനോടൊപ്പമായിരുന്ന പിതാവിന്റെ സെക്രട്ടറി അച്ഛന്മാർക്കാണ്. അങ്ങനെയുള്ള 3 സെക്രട്ടറി അച്ഛന്മാരിലൂടെ പിതാവിനെ നമ്മൾ അടുത്തറിയാൻ പോകുകയാണ്. കേൾക്കാം അവരിലൂടെ പടിയറ പിതാവിനെ കുറിച്ച്. അഭിനന്ദ പടിയറ പിതാവിൻ്റെ സഭാജീവിതത്തെപ്പറ്റി ചില ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അഭിനന്ദ പിതാവ് വളരെ ചെറുപ്പത്തിലെ തന്നെ 35 വയസ്സിൽ മെത്രാനായി. മൈസൂരിലെ രൂപതയിലെ അച്ഛനായിരുന്നപ്പോഴത്തേക്ക് ഊട്ടി രൂപതയിലെ മെത്രാനായിരുന്നു ആദ്യം. അദ്ദേഹത്തിൻ്റെ അഭിഷേക ദിനത്തിൽ അഭിനന്ദ മെത്രാപ്പൊലീത്ത പറഞ്ഞു, ഒരു കുറവ് ഉണ്ട്, അത് പ്രായത്തിൻ്റെ കുറവാണ്, 35 വയസ്സേ ഉള്ളല്ലോ. പിതാവ് വളരെ നിർമ്മലസ്യത്തോടുകൂടി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ ഓരോ വർഷവും പരിഹരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പിതാവ് ഊട്ടി രൂപതയിൽ നിന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയായിട്ട് വന്നു. ഇവിടെ ഏതാനും വർഷങ്ങൾ വളരെ സുദൃഢമായ സേവനം ചെയ്തു. എല്ലാ ഇടവുകളിലും മിഷൻ രംഗങ്ങളും തെക്കൻ മിഷൻ ഉൾപ്പെടെ എല്ലാ രംഗങ്ങളിലും പിതാവ് സന്ദർശിക്കുമായിരുന്നു. ഇവിടെ വൈദികരുമായിട്ടുള്ള സമ്പർക്കവും സെമിനാരിക്കാരും അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ സന്യസ്തരുമായിട്ടുള്ള കോണ്ടാക്റ്റൊക്കെ പിതാവ് വളരെ നന്നായിട്ട് നിർവഹിച്ചിരുന്നു. രൂപതയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്ത പിതാവിന് എപ്പോഴും ഉണ്ടായിരുന്നു. വത്തിക്കാനിൽ മാർപ്പാപ്പമാരെ കാണുമ്പോഴും ഒക്കെ നമ്മുടെ സഭയെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിതാവ് വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചിരുന്നു. റോമിലായിരുന്നപ്പോൾ തന്നെ എനിക്ക് 2-3 പ്രാവശ്യം പിതാവുമായിട്ട് മാർപ്പാപ്പമാരുമായിട്ട് സംവദിക്കാനായിട്ട് കൂടിക്കാഴ്ച നടത്താനായിട്ട് സാധിച്ചു. 1974 6ാം പോൾ മാർപ്പാപ്പായെ, അതുപോലെ തന്നെ 1975 തോന്നുന്നു ജോൺ പോൾ രണ്ടാമനെയും കാണും. അവസാനം ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു 1980. അതുപോലെ തന്നെ പിതാവ് എൻ്റെ വ്യക്തിപരമായ തീസിസ് ഡിഫൻസിന് അവിടെ ഉണ്ടായിരുന്നു, ഡോക്ടറൽ തീസിസ് ഡിഫൻസിന് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നു. അതൊക്കെ പഠിക്കുന്ന ആൾക്ക് ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു ബൂസ്റ്റായിരുന്നു പിതാവിൻ്റെ സാന്നിധ്യവും സന്ദർശനവും ഒക്കെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അവിടെ പഠിക്കുന്ന വൈദികരുമായി ഒരു ഹോട്ടലിൽ പോയി ഒരു ഡിന്നർ ഒക്കെ കൊടുക്കുമായിരുന്നു. എൻ്റെ തീസിസ് ഡിഫൻസ് കഴിഞ്ഞ് ഞാൻ പിതാവിനും അതുപോലെ പിതാവിൻ്റെ ബെനിഫാക്ടേഴ്സായ എലിസബത്ത് ഗൈസൻ ഹോവറിനും ഒരു ഡിന്നർ കൊടുത്ത് ഇപ്പോൾ ഓർക്കുന്നു. അത് വളരെ ഉചിതമായി എന്ന് പിതാവ് അത് കഴിഞ്ഞ് അതേപ്പറ്റി പ്രസ്താവിക്കുകയുണ്ടായി. ഇങ്ങനെ സഭാ മക്കളോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം, സഭാ ശുശ്രൂഷയോടുള്ള സ്നേഹം, ഇങ്ങനെ പിതാവ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ സഭാ സ്നേഹിയായിരുന്നു അവസാനം വരെ. സെമിനാറിലൊക്കെ വരുമ്പോഴും എപ്പോഴും ഉപദേശം തരുന്നതായിട്ട് ഓർക്കുന്നു. ഊട്ടി ബിഷപ്പായിരുന്നപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഫിലോസഫിയിൽ 1962 വടവാതിരി വന്ന ഒരു നല്ല ടോക്ക് തന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അന്ന് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ തന്നെയും അതൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. അങ്ങനെ ഒത്തിരി നല്ല ഓർമ്മകൾ പിതാവിനെ പറ്റി, പ്രത്യേകിച്ച് പിതാവിൻ്റെ സഭാ ശുശ്രൂഷയെപ്പറ്റി ഓർത്തെടുക്കാനുണ്ട് എന്ന് സന്തോഷമായി പറയുന്നു. അഭിമന്യ പടിയറ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ 1977 തൊട്ട് 81 വരെ ജോലി ചെയ്തായിരുന്നു. ഈ അവസരത്തിൽ പിതാവിനെ പറ്റി വളരെയേറെ കാര്യങ്ങൾ പഠിക്കുവാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലെ കൂടുതലായിട്ട് ഇടപെടുന്ന രീതിയിലേക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോൾ ചങ്ങനാശ്ശേരി തിരുപതിയുടെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ചാസിൻ്റെ പ്രവർത്തന ശൈലി പിതാവിന് പുതിയൊരു മോഡൽ കാണിച്ചു കൊടുത്തായിരുന്നു. ആളുകൾക്കായിട്ട് ഏതെല്ലാം രീതിയിൽ
അശരണർക്കായിട്ടുള്ളവർക്ക്, ആലംബഹീനർക്കായിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഒക്കെ സഹായിക്കാൻ വേണ്ടി ആണ് പിതാവ് ഈ ചാസ് സ്ഥാപിക്കാനിടയായത്. അതിലൂടെ വളരെയേറെ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധ്യമാകുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയിലാണ് ഈ നമ്മുടെ ചിത്തിപ്പുഴയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആശാഭവൻ മേഴ്സി ഹോം, അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. അത് എസ് കോൺവെൻറ്റുകാരെ പിതാവ് പരിമേൽപ്പിക്കുകയും ഒരു സുദീർഘമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് പിന്നീട് പിതാവ് ഈ മാനസിക വൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടി ആശാഭവൻ സ്ഥാപിക്കാനിടയായത്. അവിടെയൊക്കെ പിതാവിൻ്റെ സാമൂഹിക പ്രവർത്തന ശൈലിയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ എല്ലാവരെയും പരിഗണിക്കുവാനായിട്ടുള്ള ആ വലിയൊരു മനോഭാവം നമ്മൾ പിതാവിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലേക്കുള്ള ഇടപാടുകളിൽ മറ്റുള്ള നായർ സഭ സൊസൈറ്റി അവിടെ പ്രസംഗിക്കാനായിട്ട് പോയ അവസരമൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ഇതര മതസ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലേക്കും പിതാവ് ആഴമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്ന പതിവുണ്ടായിരുന്നു. പിതാവിന് കാര്യമായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള പിതാവിൻ്റെ പ്രസംഗം എല്ലാവർക്കും വളരെയേറെ ആകർഷകമായിട്ട് തോന്നിയതുകൊണ്ട് എല്ലാ കാര്യത്തിനും പിതാവിനെ വിളിക്കുമായിരുന്നു. സഭാ സമൂഹങ്ങളിലേക്ക് വിളിക്കുമായിരുന്നു. ഇതര മത സൗഹാർദ്ദത്തിൻ്റെ പേരിലുള്ള സാമുദായിക മതസൗഹാർദ്ദ സമ്മേളനത്തിലേക്ക് വിളിക്കുമായിരുന്നു. അവിടെയൊക്കെ പിതാവിൻ്റെ ദർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെയൊക്കെ നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കുവാനായിട്ട് പിതാവിന് സാധിക്കുമായിരുന്നു. സഭ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ള ആ ഒരു പ്രത്യേകത പിതാവ് കാണിച്ചു കൊടുക്കുമായിരുന്നു. പിതാവിൻ്റെ ആ ശൈലി പിന്നീട് മറ്റു പല സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ടും ഇടയായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രമാത്രം സ്നേഹത്തോടു കൂടിയും സൗഹൃദത്തോടു കൂടി പെരുമാറിയ ആ ഒരു ജീവിത ശൈലി പിതാവിന് നമുക്ക് വളരെയേറെ അനുകരണീയമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഞങ്ങൾ ഇടവകയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴും അനുവർത്തിക്കുവാനായിട്ട് ഇടയായിരുന്നു. പിതാവിൻ്റെ ഈ സാമൂഹിക ജീവിതത്തിലേക്കുള്ള പ്രതിബദ്ധതമായിട്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കുറേയൊക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടപെടലുകളിലൊക്കെ ആണെങ്കിലും പിതാവിൻ്റെ പ്രത്യേകമായ രീതിയിലുള്ളത് ആരെയും അവിടെ പിതാവ് വന്ന് കഴിയുമ്പോൾ 12 മണി ആയി കഴിഞ്ഞാൽ ആരെയും തന്നെ പുറത്തേക്ക് വിടുകയില്ല, ഭക്ഷണം കഴിക്കാതെ വിടത്തില്ല. അച്ഛന്മാരെയും ആളുകളെയും തന്നെയാണെങ്കിൽ കൂടുതലും വൈദികർ 12 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടായിരിക്കണം. അവരെയൊക്കെ സെക്രട്ടറി അച്ഛൻ്റെ ജോലിയാണ് അവരെ നേരിട്ട് കണ്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് നിർബന്ധിക്കുന്ന പതിവുണ്ടായിരുന്നു. അത്രമാത്രം വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, മറ്റുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അത്രമാത്രം സേവന സന്നദ്ധതകളുള്ള ഒരു പിതാവായിരുന്നു അടിയറ പിതാവ്. അടിയറ പിതാവിനെ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ വരുമ്പോൾ ഇപ്പോഴും അത് നല്ല ഒരു സ്മരണയായിട്ട്, നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ഇന്നലെ തന്നെ കത്തീഡ്രൽ പള്ളി ഖുർആൻ ചൊല്ലിയപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഓർമ്മയിലൂടെ വന്നായിരുന്നു. പിതാവ് നല്ലൊരു മിഷണറി ആയിരുന്നു. അതായത് പിതാവ് ഊട്ടി രൂപതയിലെ ഒരു മിഷൻ പ്രദർശനമായിരുന്ന രൂപതയുടെ മെത്രാനായിരിക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്ക് വരുന്നത്. അതിനുശേഷം CBCയിൽ ഒരു മീറ്റിംഗ് വെച്ചാണ് വടക്കേ ഇന്ത്യയിൽ അച്ഛന്മാരുടെ കുറവുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിതാവ് അവിടേക്ക് വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ നമ്മൾ ആഗ്ര രൂപതയുടെ ഭാഗമായുള്ള ഇറ്റവ എന്ന സ്ഥലവും ഏറ്റെടുക്കുകയും അവിടെ 3-4 സ്റ്റേഷൻ സ്ഥാപിക്കുകയും ചെയ്യാനായിട്ട് ഇടയാകുകയാണ്. അത്രമാത്രം തീഷ്ണത, സഭാ സേവനത്തോടുകൂടിയ സമൂഹ സേവനത്തോടുള്ള ആധ്യാത്മിക ജീവിതത്തോടുള്ള ആ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതിന് പ്രത്യേകമായിട്ട് കാരണമായിട്ട് വരുന്നത്. അതൊക്കെ ഇന്നും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഇറ്റവയൊക്കെ വളരെയേറെ ഫർണിഷ്ഡായിട്ട് വന്നിരിക്കുകയാണ്. വളരെയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് പള്ളിപിതാവിൻ്റെ സ്മരണ എന്നും അവരുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. അത്രമാത്രം സേവന സന്നദ്ധതയിലുള്ള ഒരു പിതാവായിരുന്നതായിട്ടാണ് പള്ളിപിതാവിനെ ഞാൻ കണ്ടത്. സ്നേഹമുള്ളവർ, പള്ളിപിതാവിൻ്റെ കൂടെ ഏകദേശം 2 വർഷത്തോളം ഞാൻ സെക്രട്ടറി ആയിരുന്നു. ചികിത്സാനം എടുക്കാൻ എനിക്ക് മടിയായിരുന്നു. കാരണം ഒരിക്കലും ഇടവേ ജോലി ചെയ്യാത്തൊരു അച്ഛനെ സെക്രട്ടറി ആക്കത്തില്ല. എന്തുകൊണ്ട് എന്നെ പിടിച്ചാക്കിയെന്ന് എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ വിചാരിച്ചാൽ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാകുകയാണെങ്കിൽ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. ഇനി കർത്താവേ എന്നെ സഹായിക്കണം, നീ കൂടെ ഉണ്ടായിരിക്കണം
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയപ്പോൾ എല്ലാം കർത്താവ് മനോഹരമായിട്ട് ക്രമീകരിച്ചു. 1.25 വർഷം നന്നായിട്ട് ചെയ്തു. സന്തോഷമായിട്ട് പിതാവിനോട് അഴിഞ്ഞപ്രകാരം വടക്കേന്ത്യയിലേക്ക് പോകാൻ തയ്യാറാകുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിതാവിൻ്റേതായ കൃത്യനിഷ്ഠ, അവധിയാത്മീയത. പ്രത്യേകിച്ച് അദ്ദേഹം വെളുപ്പിന് എഴുന്നേൽക്കുമായിരുന്നു. 4:30 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ആദ്യം വരുന്ന ചാപ്പിൽ വരുന്ന അദ്ദേഹം തന്നെയാണ്. അത് കുരിശിൻ്റെ വഴി കഴിക്കും. അതിനുശേഷം അദ്ദേഹം നല്ല സ്ഥാനത്ത് പോയി മുട്ടുകുത്തി നിന്ന് ധ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. അരമണിക്കൂർ അവിടെ മുട്ടുകുത്തി ധ്യാനിക്കും. ഞാൻ വിചാരിക്കും ഇത്രയും പ്രായമുള്ള ഒരാൾ, ഇത്രയും ക്ഷീണിതനായ ഒരാൾ എങ്ങനെ ഇങ്ങനെ മുട്ടുകുത്തിയൊക്കെ ധ്യാനിക്കും? അങ്ങനെ കണ്ണുകളടച്ച് കരങ്ങളെ കൂപ്പി പിടിച്ച് ധ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, അച്ഛന്മാർക്കെല്ലാം ഒരു മാതൃകയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അതേപോലെ അച്ഛൻ നമുക്ക് ജപമാല ചൊല്ലാം എന്ന് പറയുമായിരുന്നു. ജപമാല ചൊല്ലും. ആ സമയം എനിക്ക് ലിറ്റനി മുഴുവൻ കാണാമെന്നും അറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ പിതാവിനോട്, പിതാവേ ലത്തീനിലുള്ള ലിറ്റനി പിതാവ് ചൊല്ല്, 2 ദിവസം ഞാൻ പഠിച്ച് നന്നായിട്ട് ചൊല്ലിക്കോളാം എന്ന് പറയും. 2 ദിവസം പിതാവ് ലത്തീനിൽ തന്നെ ചൊല്ലി ഓറാപ്പർനോബീസ് എന്ന മറുപടിയൊക്കെ ഞാൻ പഠിച്ചു. നന്നായിട്ട് ഞാൻ പിന്നെ ആ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ അച്ഛൻ നല്ലൊരു പാട്ട് പാടണം, മാതാവിൻ്റെ ഒരു പാട്ട് പാടണമെന്ന് എന്നോട് പറയുണ്ടായി. ഈ ജപമാലയൊക്കെ കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു പാട്ട് അറിയാമെന്ന് ഞാൻ പാടി. നിത്യവിശുദ്ധിയാം കന്യ എന്നുള്ള പാട്ട് പാടി. പിതാവിന് ഇഷ്ടപ്പെട്ടു. എന്നോട് അച്ഛൻ ആ പാട്ട് എനിക്കൊന്ന് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തു. ഇടയ്ക്ക് പിതാവ് ആ പാട്ട് പാടുമായിരുന്നു. അത് നല്ല. അതുപോലെ മാതാവിൻ്റെ പിന്നെ പാട്ട്, മാതാവിനെ പറ്റിയുള്ള ലത്തീൻ പാട്ടുകളുണ്ടായിരുന്നല്ലോ, രജില ചേലി. ആ പാട്ടൊക്കെ മാതാവ് സുന്ദരമായിട്ട് പാടുമായിരുന്നു. പിന്നെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നല്ല കുർബാനയൊക്കെ അർപ്പിക്കുന്നതിൽ നല്ല ചിട്ടയുണ്ടായിരുന്നു, ശ്രദ്ധയുണ്ടായിരുന്നുള്ളതാണ്. ആ പ്രാർത്ഥനയൊക്കെ എത്ര വളരെ കൃത്യമായിട്ട് നല്ല നിഷ്ഠയോടുകൂടി എല്ലാവരും പറയും. ഓർഡിനേഷൻ സമയത്തൊക്കെ ആ പ്രാർത്ഥനകളൊക്കെ വളരെ മനോഹരമായിട്ട് ആ അഭിഷേകം നല്ല പ്രാർത്ഥനയൊക്കെ പിതാവ് ചൊല്ലിയിരുന്നതായിട്ടാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്തത്. ആ പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിലേക്ക് വന്ന് കൊള്ളുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഒത്തിരി ആൾക്കാർ പിതാവിനെ കാണാൻ വരുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആൾക്കാർ പഠിക്കുന്നില്ല, ഇതിനെല്ലാം പിതാവ് പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ എൻ്റെ പ്രാർത്ഥന എടുത്താൽ കേൾക്കുന്നവരെ അവരുടെ തലയെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമൊക്കെ ആയി. ഇനി ഒരു പടമൊക്കെ കൊടുത്ത് വിടും. പിതാവിന് തീർച്ചയായിട്ടും പിതാവിൻ്റെ പ്രാർത്ഥന കേട്ട് അങ്ങനെ അനേകം ആളുകളെ പിതാവിന് ഒരു വലിയ സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. എങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിടുമായിരുന്നു. നല്ല തമാശകാരനാണ് പിതാവ്. ഇടയ്ക്ക് സംസാരത്തിനിടയ്ക്ക് നല്ല തമാശകൾ പറയുമായിരുന്നു. എല്ലാം പൊട്ടിച്ചിരുന്നു. അതുകൊണ്ട് ഹ്യൂമർ ഓഫ് ആർച്ച് പടിയറ എന്നൊരു പുസ്തകം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി തമാശ ഒന്നിപ്പിച്ച് പിതാവിന് ഒത്തിരി ആൾക്കാർ ഇഷ്ടമായിരുന്നു. അതായത് എന്തെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോയ വടക്കേന്ത്യയിലൊക്കെ ഇംഗ്ലീഷിൽ ധ്യാനിപ്പിക്കാൻ പോയത് ആദ്യത്തെ ആൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിതാവായിരുന്നു. മിഷനെ ഒത്തിരി വളർത്തിയ ആളാണ്. എനിക്ക് തോന്നുന്നു ഈ പടിയ പിതാവ് ചങ്ങനാശ്ശേരി വന്നില്ലായിരുന്നെങ്കിൽ സഭയിലെ കേരളത്തിന് പുറത്തോട്ട് മിഷൻ പോകുന്ന ആൾക്കാരുടെ ഒത്തിരി കൂടി. നമുക്കതിന് എത്ര രൂപതകൾ ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യക്ക് വെളിയിലുണ്ട്. അപ്പസ്തോലിക് വിസിറ്റായിട്ട് പിതാവിനെ ഗുറാം അപ്പൻ ചെയ്തു. നമ്മുടെ മലയാളികൾ അവർക്ക് അവരുടെ കുർബാന കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. വടക്കേന്ത്യയിലൊക്കെ ആണെങ്കിൽ പല ബോംബെയിലെ ഡൽഹിയിലും കൽക്കട്ടയിലും ആൾക്കാരുണ്ട്. ഇത് അവരെല്ലാം സന്ദർശിച്ചിട്ട് എപ്പോഴും സമർപ്പിച്ചു. നമുക്ക് അവിടെയെല്ലാം പിന്നെ പ്രവേശനം കിട്ടണം. അതിൻ്റെ വെളിച്ചത്തിൽ 1974 തുമ്പച്ചൻ അതിനെപ്പറ്റി പറയുണ്ടായി. ഇത് അനുവാദം കിട്ടി. നമ്മുടെ അച്ഛന്മാർ ചെന്നവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. ആദ്യം പൂത്തുങ്കളിച്ചും കോക്കാട്ടും നല്ല ഡെഡിക്കേറ്റഡുള്ള ആൾക്കാർ, കഷ്ടപ്പെട്ട് അവിടുത്തെ പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും അവരെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെല്ലാം സഹകരിച്ചതുകൊണ്ട് ഇപ്പോൾ 10-25 അച്ഛന്മാരുണ്ട്. എത്രയോ സ്ഥാപനങ്ങൾ അവിടെ തന്നെയുണ്ട് വളർന്ന്. ഇനി പിതാവ് കേരളത്തിൽ ഒരു നമ്മുടെ ഈ കോൺഗ്രേഷൻ തന്നെയാണെങ്കിലും മറ്റ് കോൺഗ്രസ് പഠിക്കാനുണ്ട്. ലത്തീൻ കോൺഗ്രേഷൻ ആൾക്കാരെ പിതാവ് ഇങ്ങോട്ട് ക്ഷണിച്ചു. സിസ്റ്റേഴ്സൊക്കെയാണ് MLF-കാർ, അതുപോലെ മാർക്ക് കോൺഗ്രേഷൻ. ഇവർക്ക് ചില രീതികളുണ്ട്, ഇടപെടുന്ന രീതി. ആൾക്കാർ വീടുകളിലൊക്കെ പോയി സംസാരിക്കുന്നത് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ നമ്മളിൽ നിന്ന് പലതും അവർക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ കോൺഗ്രേഷനൊക്കെ പിതാവ് ഇവിടെ വെൽക്കം ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പിതാവിൻ്റെ ആധ്യാത്മികത, പ്രാർത്ഥനാരൂപി പ്രാർത്ഥിച്ചുകൊണ്ടാണ് തനിച്ചാണ് കൊന്തയൊക്കെ ചൊല്ലും. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കാര്യം തൂക്കുലിച്ചം പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും. അച്ഛൻ്റെ ഭക്ഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുഖമാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ 1.5 വർഷം കഴിഞ്ഞ് പോകാൻ നേരത്തെ അച്ഛൻ എനിക്ക് വിടാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ എന്നോട് ചോദിച്ചായിരുന്നു, പിന്നെ ആ 2 പേര് ആഗ്രഹിച്ച് പോയിരിക്കുന്നവർ കാഞ്ഞിരപ്പള്ളിക്കാർ ഒരു തരത്തിൽ എപ്പോഴും തിരിച്ചു പോകണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ചങ്ങനാശ്ശേരിക്കാരും ഇവിടെ ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് അച്ഛൻ മാത്രമേ ഞാൻ പറയുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. ആ സമയത്ത് മിഷന് പോകണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാര്യം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമാണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അവിടെയാണെങ്കിൽ ആദ്യ കാലങ്ങളിൽ ഒരു സൈക്കിൾ മാത്രമേ പോകാനായിട്ട്, വണ്ടിയൊന്നുമില്ല. മാത്രമല്ല ഒരു മുറികളൊക്കെ പണിയണം. ഞാൻ പോലും മണ്ണ് കുഴച്ച് ഇഷ്ടി ഉണ്ടാക്കി ചില മുറികളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. ആ സ്കൂളിൻ്റെ സൗകര്യം, പണമില്ല ഇവിടെയില്ലേ, ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചവരാണ് ആദ്യം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതുപോലെ പോകണം, ആ ഗ്രാമങ്ങളിലൊക്കെ പോകണം എന്നുള്ള ആവേശം കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ ലഭിച്ചതിന് കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ്. പിതാവിനെ സ്നേഹത്തോട് ഓർക്കുന്നുണ്ട്. ഞാൻ പോകാൻ നേരം പിതാവിനോട് പറഞ്ഞു, യു ആർ ലൈക്ക് എ ബ്രദർ ടു മീ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സഹോദരനെ പോലാണ് എന്നോട് അത്ര സ്നേഹത്തോടെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇന്ന് പിതാവിനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ആ മിഷനെ നമ്മളെ പ്രത്യേകിച്ച് ഇതിന് എത്ര രൂപതകൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ടായെന്നറിയാം. എൻ്റെ ആരംഭം പിതാവ് തന്നെയാണ്. അങ്ങനെയാണ് പിന്നെ ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും മറ്റു സ്ഥലങ്ങളിലും അമേരിക്കയിലൊക്കെ രൂപത ഉണ്ടായത്. അർജുന പിതാവിനെ ശ്രമിച്ചെങ്കിൽ അതിനോട് അടിസ്ഥാനം ഇട്ടുകൊടുത്ത പഴയ പിതാവ് തന്നെയാണെന്ന് പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് പിതാവിനെ നന്ദിയ സ്നേഹത്തോടെ നമുക്ക് ഓർക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല വാക്കുകൾ പിതാവിനെ പറ്റി പറയാനുണ്ട്. സഭയെ വളർത്തിയ ആൾ, ആധ്യാത്മികതയിൽ നമ്മളെ വളർത്തിയ ആൾ, സ്നേഹത്തോടെ നല്ല പ്രഭാഷണങ്ങൾ നൽകി ഹൃദയത്തെ സ്പർശിച്ച വ്യക്തി, കുഞ്ഞുങ്ങളെ പോലും സ്പർശിച്ച വിധത്തിൽ സംസാരിക്കുമായിരുന്നു. ഞാൻ 6 മാസം ഉള്ളായിരുന്നു പിതാവിൻ്റെ സെക്രട്ടറി ആകാനായിട്ട് വലിയ മടിയായിരുന്നു. കാരണം പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ പിതാവിന് സന്തോഷമുള്ളൂ. ആ സമയത്ത് മിഷന് പോകണ വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ 6 മാസം ഉള്ളായിരുന്നു പിതാവിൻ്റെ സെക്രട്ടറി. 1980 നവംബർ മുതൽ 81 മെയ് മാസം വരെ കർദിനാൾ റൂബിൻ തിരുമേനിയുടെ സന്ദർശന സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല ഓർമ്മകളാണ് പിതാവിനോടുള്ള കൂടെയുള്ള ശുശ്രൂഷയെപ്പറ്റി തിരിഞ്ഞു നോക്കുമ്പോഴുള്ളത്. സെക്രട്ടറിയോടുള്ള ഒത്തിരി പരിഗണന പിതാവുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി കൺസേൺ. ഇവിടെ പോയാലും ഊണിന് സമയമാകുമ്പോൾ സിസ്റ്റേഴ്സിനോട് സെക്രട്ടറിനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. സെക്രട്ടറി അച്ഛൻ്റെ നന്മയെപ്പറ്റിയും ഒക്കെ പിതാവ് അങ്ങനെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തന്ന ഒരു ഉപദേശം ഇപ്പോഴും ഓർക്കുകയാണ്. സെക്രട്ടറി പോസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് അച്ഛൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, അരമനയിൽ പ്രശ്നങ്ങളായിട്ടാണ് ആളുകൾ വരുന്നത്. ഇവിടെ നിന്ന് ആരും വേദനിച്ചിറങ്ങിപ്പോകാൻ ഇടയാകാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ 6 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് പിതാവിൻ്റെ ഈ നല്ല കനമുള്ള ഉപദേശം പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പിതാവിനോട് കൂടെയുള്ള സന്ദർശനങ്ങൾ, മിഷനുള്ള സന്ദർശനങ്ങൾ, സ്ഥാപനങ്ങളിലുള്ള സന്ദർശനങ്ങൾ, അവയെല്ലാം ഒത്തിരിയേറെ പാസ്റ്ററലായിട്ട് എനിക്ക് പ്രയോജനം ചെയ്തു. പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു അഭിമാനവും ഒക്കെ ഒരു പ്രൈഡും ഒക്കെ നമുക്കുണ്ട്. എവിടെ ചെന്നാലും സ്വീകാര്യത. അപ്പോൾ മറ്റുള്ള നമ്മുടെ രൂപതയെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു വലിയ സുവർണ അവസരമായിരുന്നു അത്. ആ അവസരങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ നല്ലതായിട്ട് ഓർക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ 6 മാസത്തെ സേവനം പിതാവിൽ നിന്ന് ഒത്തിരി ഏറെ പഠിക്കാൻ സാധിച്ചു. കൃത്യനിഷ്ഠയും അതുപോലെ എപ്പോഴും നല്ല മാന്യമായ പെരുമാറ്റവും നിർമ്മരസവും ഒക്കെ പിതാവിൻ്റെ പ്രസംഗങ്ങളിലും പെരുമാറ്റത്തിലുമൊക്കെ തെളിഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഒരു നല്ല പാഠപുസ്തകമായിട്ട് തന്നെയാണ് പിതാവ് സെക്രട്ടറി എന്ന നിലയിൽ പിതാവിനെ നോക്കി ഞാൻ കണ്ടിരുന്നത്, പഠിച്ചിരുന്നത് എന്ന് ഇപ്പോഴും ഓർക്കുകയാണ്. എനിക്ക് പഴയ പിതാവിനെ ആദ്യമായിട്ട് വന്നപ്പോഴേ സെക്രട്ടറി ആകാനായിട്ട് വലിയ മടിയായിരുന്നു. കാരണം പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം കോടിക്കലച്ചനും ഞാനും പട്ടം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ സെക്രട്ടറി ആകുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ കോടിക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു, കോടിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വന്നത് കോടിക്കലച്ചനാണ്. കോടിക്കലച്ചൻ 2 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 വർഷം ജോലി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് കോടിക്കലച്ചൻ്റെ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ സെക്രട്ടറി ആയിട്ട് പിതാവ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആദ്യം വിഷമമായിരുന്നെങ്കിലും പക്ഷേ പിതാവിൻ്റെ കൃത്യനിഷ്ഠയും ബാക്കിയുള്ള സെക്രട്ടറി ആവശ്യത്തിനുള്ള പ്രത്യേകമായ പരിഗണനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് 3.5-4 വർഷത്തോളം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന എനിക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി അച്ഛനെ ഒരു സ്നേഹിതനായിട്ടായിരുന്നു പിതാവ് കണ്ടുകൊണ്ടിരുന്നത്. പല കാര്യങ്ങളും കൺസൾട്ട് ചെയ്യുമായിരുന്നു. അത് വളരെ പ്രത്യേകമായ കാര്യമാണ്. ചില വൈദികരെ പറ്റി അതുപോലെ ചിലപ്പം ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വ്യക്തിപരമായിട്ട് ചോദിക്കുമായിരുന്നു, അച്ഛൻ്റെ അഭിപ്രായം എന്താണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിതാവിന് ഇങ്ങോട്ട് പറയുമായിരുന്നു, കോൺഫിഡൻഷ്യലാണോ, സെക്രട്ടറി ആയിട്ട് ഇരുന്നിടത്തോളം കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. അങ്ങനെ ഒരു കൺസൾട്ടേഷൻ പോലെ ഒരു സെക്രട്ടറി എന്നുള്ള രീതിയേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടി ഒരു സുഹൃത്താന്നുള്ള രീതിയിൽ പിതാവ് എന്നെ കാണുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഭാരമായിട്ട് തോന്നിയില്ല. അത്രമാത്രം വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുപോലെ തന്നെ പാസ്റ്റൽ വിസിറ്റിനൊക്കെ പോകുമ്പോൾ സെക്രട്ടറിനെ പറ്റി പ്രത്യേകമായിട്ടൊരു പരിഗണന ഉണ്ടായിരുന്നു. പിതാവിനെ സിസ്റ്റേഴ്സൊക്കെ തന്നെയാണെങ്കിലും ഇടവക്കാരാണെങ്കിലും കാപ്പ് കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് പിതാവ് പറയും സെക്രട്ടേഴ്സിനെ വിളിക്കാൻ പറയും.
പലപ്പോഴും സെക്രട്ടേറിയറ്റിനെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു, അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവ് വളരെ സ്ട്രിക്റ്റായിരുന്നു. അവിടെ സെക്രട്ടേറിയറ്റിനെ കൂടാതെ പിതാവ് ഭക്ഷണം കഴിക്കുകയില്ലായിരുന്നു. അത്രമാത്രം സ്നേഹത്തോടു കൂടിയും സ്നേഹവായ്പോടു കൂടിയും പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പിതാവിൻ്റെ ഈ ക്രോസ്, അതായത് വഴി, അത് ഒരു കുട്ടനാട്ടിലൊരു പള്ളിയിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴേ വേറെ ആളുകളില്ലായിരുന്നു. അപ്പം ഡ്രൈവറായിരുന്ന ആൻ്റണി വിസ്മൻസ് എല്ലാം വയ്ക്കുന്ന സൂട്ട് കേസ് എടുത്തായിരുന്നു. പിന്നെ നോക്കുമ്പോൾ വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാനത് എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞിട്ട് പിതാവ് ആൻ്റണി വിളിച്ച് പറഞ്ഞു, ഇനി ഒരിക്കലും സെക്രട്ടേറിയറ്റിന് വിടുവാനായിട്ടാകരുത്, സെക്രട്ടേറിയറ്റിനാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ നിങ്ങൾ കാണാവുള്ളൂ എന്ന് പറഞ്ഞൊരു നിർദ്ദേശവും അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. അത്രമാത്രം സ്നേഹവായ്പോടുകൂടി പെരുമാറിയ ഒരു പിതാവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അവിടെ തന്നെ വിസിറ്റേഴ്സ് ടൈമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ ബോർഡൊക്കെ എടുത്ത് മാറ്റാനായിട്ടൊരു കാരണക്കാരൻ ഞാനായിരുന്നു. പിതാവ് എപ്പോഴും കാണുവാനായിട്ട് സന്നദ്ധനായിരുന്നു. പക്ഷേ അവിടെ വിസിറ്റിംഗ് ടൈം വെച്ച് കഴിയുമ്പോൾ അത് ആളുകൾക്ക് ഒരു കുറവ് പോലെ തോന്നിയായിരുന്നു. ആ സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം വന്നായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, യു റിമൂവ് ഇറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിമൂവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അവസാനം പിതാവ് തന്നെ അതെടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ട് വിസിറ്റിംഗ് ടൈമില്ലായിരുന്നു. രാവിലെ കൂരിയ കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് 12:30 വരെ വിസിറ്റേഴ്സിനെ കാണുമായിരുന്നു. ഉച്ച കഴിഞ്ഞ പോലെ തന്നെ 3 തൊട്ട് കാണുമായിരുന്നു. അതായത് പ്രോഗ്രാം ഇല്ലാത്ത അവസരങ്ങളില്ല. പുരോഗമനമൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ കൃത്യതയോടുകൂടി പെരുമാറുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തിയായിട്ട് അനുഭവപ്പെട്ടായിരുന്നു. വളരെ സ്ട്രിക്റ്റായിരുന്നു ആ കാര്യത്തിൽ. ഒരു പള്ളികളൊക്കെ പോകുമ്പോൾ നമ്മൾ ചിലപ്പം കൃത്യമായിട്ടുള്ള വഴി അറിയാവുന്ന ആൾക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കൃത്യസമയങ്ങളിൽ എത്തുമായിരുന്നു. അല്ലാതെ വഴി നിശ്ചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നേരത്തെ ചെല്ലാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഞങ്ങൾ വഴി കിടക്കുമായിരുന്നു. എന്നിട്ട് എത്രമാത്രം ദൂരം അതിനോട് സമയം എടുത്തിട്ട് ആ കൃത്യസമയത്ത് മാത്രമേ എത്തുകയുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിരുന്നു. അത് എനിക്കും എൻ്റെ ജീവിതത്തിൽ ആ കൃത്യനിഷ്ഠ പാലിക്കുവാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിപ്പം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഒത്തിരി കാര്യങ്ങൾ ഈ പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിതാവിൻ്റേതായ കൃത്യനിഷ്ഠ, ആധ്യാത്മികത. പ്രത്യേകിച്ച് അദ്ദേഹം വെളുപ്പിന് എഴുന്നേൽക്കുമായിരുന്നു. 4:30 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം ആദ്യം വരുന്ന ചാപ്പിൽ വരുന്ന അദ്ദേഹം തന്നെയാണ്. അത് കുരിശിൻ്റെ വഴി കഴിക്കും. അതിനുശേഷം അദ്ദേഹം തൻ്റെ സ്ഥാനത്ത് പോയി മുട്ടുകുത്തി നിന്ന് ധ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. അരമണിക്കൂറോളം മുട്ടുകുത്തി ധ്യാനിക്കും. ഞാൻ വിചാരിക്കും, ഇത്രയും പ്രായമുള്ള ഒരാൾ, ഇത്രയും ക്ഷീണിതനായ ഒരാൾ ഇങ്ങനെ മുട്ടുകുത്തിയൊക്കെ ധ്യാനിക്കും? അങ്ങനെ കണ്ണുകളടച്ച് കരങ്ങളെ കൂപ്പി പിടിച്ച് ധ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, അച്ഛന്മാർക്കെല്ലാം ഒരു മാതൃകയായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ട് സംസാരിക്കും. ഇംഗ്ലീഷ് മാത്രമല്ല, അദ്ദേഹത്തിന് കന്നഡ അറിയായിരുന്നു, തമിഴ് നല്ല മനോഹരമായിട്ട് പ്രസംഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇറ്റാലിയൻ, ലത്തീൻ, സ്പാനിഷ്, പോർച്ചുഗൽ, ഇതെല്ലാം പിതാവിന് എല്ലാം നന്നായിട്ട് അറിയാമായിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ട് ജർമ്മനിലൊക്കെ ചെന്ന് ജർമ്മൻ ഭാഷ നന്നായിട്ട് സംസാരിക്കുകയും എഴുതുകയും ചെയ്യായിരുന്നു. ഈ ബിഷപ്സ് എല്ലാം കൂടെ ജർമ്മനി ഒന്നിച്ച് കൂടുമ്പോഴത്തേക്ക് പിതാവ് സ്പോക്സ്മാൻ ലത്തീൻ ഭാഷയിൽ അവരുടേതായ ആക്സെൻറ്റോടുകൂടി മനോഹരമായിട്ട് അവർക്ക് പോലും അത്ഭുതപ്പെട്ടു പോയി. റോമി 8 വർഷം പഠിച്ച ആൾക്കാർക്ക് പോലും ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കത്തില്ല. പിതാവിൻ്റെ ഭാഷ വിദ്യാഭ്യാസ ഇവരെ ഇൻ്റർമീഡിയറ്റേ ഉള്ളൂ. അത് നന്നായിട്ട് എന്തോ ഒരു ഭാഷയുടെ ഒരു വരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വടക്കേന്ത്യയിലൊക്കെ ഞാൻ സ്കൂളിലായിരുന്നപ്പോഴത്തേക്ക് പിതാവിൻ്റെ കൊണ്ട് ഒരു ആനുവൽ ഫംഗ്ഷന് അവിടെ പല വെച്ചാൽ ഇത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ലെന്ന് പറയുമായിരുന്നു, നല്ല സ്ഫുടമായിട്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ല കറക്ഷൻ സ്നേഹത്തോടെ തരുമായിരുന്നു പിതാവ്. എന്നോട് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയും. ലെറ്റേഴ്സ് ആദ്യം പിതാവിന് ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്റേഴ്സ് എന്നിട്ട് യു ഡു ലൈക്ക് ദിസ്. അപ്പം നമുക്കൊരു മാതൃക കിട്ടി, എങ്ങനെ പ്ലീസിങ് ആയിട്ട് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യണം. നമ്മൾ ലെറ്റർ കൊടുക്കുമ്പോഴേ ഒരു കൈൻഡ് ആയിരിക്കും, മേച്ചുള്ളായിരിക്കുമല്ലോ, വിഷകാരത്തിൻ്റെ ഒരു വാക്കുപോലും എൻ്റെ അത് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതിയൊക്കെ ഞാൻ പഠിച്ചത് എങ്ങനെയാണ്. ടൈപ്പിംഗ് പോലും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ടൈപ്പ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം ഓരോ അക്ഷരം കുത്തി നല്ല ടൈപ്പ് ചെയ്തുകൊണ്ട് പിതാവ് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് എന്നോട് പറയും. പിതാവിനറിയാൻ പിന്നെ കഷ്ടപ്പെട്ട് രാത്രി കുത്തിയിരുന്ന ചെയ്തെന്ന് പിതാവിന് അറിയാൻ പാടില്ലായിരുന്നു. പിന്നെ 3-4 ദിവസം കൊണ്ട് പഠിച്ച് നല്ല സ്പീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിതാവിന് ഇഷ്ടമായിരുന്നു. മാത്രമല്ല ചിലപ്പോൾ ലേഖനങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ വരും മലയാളത്തിൽ. അതും എനിക്കൊരു പുതുമയായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിക്കും, ഇന്ന് എന്തെല്ലാം ആശയങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവരൊക്കെ പറഞ്ഞു തരും. കല്ലോളത്ത് ചെറുക്കൻ്റെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ നല്ലൊരു ആർട്ടുകൾ എഴുതി കൊടുക്കും, പിതാവ് കറക്റ്റ് ചെയ്ത് തരികയും ചെയ്യും. അല്ലെ മാസ്റ്റേക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും, അല്ലെ ഇടവക സന്ദേശമായിട്ട് കൊടുക്കാൻ വേണ്ടിയായിരിക്കും. ഇതൊക്കെയുള്ള അനുഭവങ്ങളാണ് പിതാവിൽ പഠിച്ചത്. സമയം കീപ്പപ്പ് ചെയ്യാം. പിതാവിൻ്റെ ആ നർമ്മരസ സംസാരം, എവിടെ ചെന്നാലും നമ്മൾ മിണ്ടാതിരിക്കല്ലേ. ആ വീട്ടുകാരോടൊക്കെ പേരുമൊക്കെ ചോദിച്ച് ഓരോരുത്തരും നല്ല കാര്യങ്ങളെ പറഞ്ഞ് സംസാരിക്കുന്ന രീതി ഞാൻ പഠിച്ച പിതാവിൽ നിന്നാണ്. ഞാൻ സാധാരണ ഇതിലൊരു വളരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. അപ്പോൾ നല്ല സംസാരത്തിലേക്ക് കടന്നു വരാൻ എന്തിനെപ്പറ്റി സംസാരിക്കാനായിട്ടുള്ളൊരു എനിക്ക് കിട്ടിയ പിതാവിൽ നിന്ന് ഞാൻ